നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. മറ്റൊരു ജീവന്റെ വില സ്വന്തം ജീവനോളം വരുമോ? ഉത്തരം: സ്വന്തം ജീവനേക്കാൾ വലുതാണ് മറ്റൊരു ജീവൻ. പറയുന്നത് അമൃത ഹോസ്പിറ്റൽ ആംബുലൻസ് ഡ്രൈവർ വേഴപ്രക്കാരൻ സുനിൽകുമാർ. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അശ്വമേധത്തിന് കുട്ടനാട്ടിൽ തിരിച്ചടി. മദ്യം തന്നെ വിഷമാണ്. അപ്പോൾ മദ്യത്തിൽ വീണ്ടും വിഷം കലർത്തിയാലോ? അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വിഷമമാകും. കുട്ടനാട്ടിലെത്തുന്ന കള്ളിൽ മാരക രാസവസ്തുക്കൾ. വാർത്തകൾ വിശദമായി. മാതാപിതാക്കളെ പോലും തിരിഞ്ഞു നോക്കാതെ ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവിതം പണയം വെച്ച് മാതൃക കാട്ടിയ വ്യക്തിയാണ് സുനിൽകുമാർ വളാഞ്ചേരിയെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭാഹരി പറഞ്ഞു. അമൃത ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഡ്രൈവറായി പ്രവർത്തിക്കുന്ന സുനിൽകുമാർ 2 മണിക്കൂർ പോലും എടുക്കാതെയാണ് എറണാകുളത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചയാളുടെ കിഡ്നിയുമായി തിരുവനന്തപുരത്തേക്ക് പറന്നെത്തിയത്. ഇങ്ങനെയുള്ള യുവാക്കളാണ് സമൂഹത്തിന് മാതൃകയാകേണ്ടതെന്നും പ്രതിഭാഹരി പറഞ്ഞു. കുട്ടനാട് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സുനിൽകുമാർ വളാഞ്ചേരിക്ക് നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിഭ. പലപ്പോഴും തെറ്റിന് അടിമപ്പെട്ടു പോകാനുള്ള സാഹചര്യമുള്ള ഈ സമൂഹത്തിൽ ശരി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ കൂടി എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മളെ കൂടി കറക്റ്റ് ചെയ്യാൻ സഹായിക്കുമ്പോഴാണ് സുനിലിനെ പോലുള്ള വ്യത്യസ്തരാകുന്നത്. എനിക്ക് അഭിമാനമുള്ളത് ഇവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല റോൾ മോഡൽസ് വേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഭഗത്സിംഗിന്റെ ആഗ്രഹവും സുരേഷിനെയും പറ്റി നമ്മളെല്ലാവരും പറയും. ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എത്രത്തോളം എന്ന് അറിയാൻ പറ്റും. അവരുടെ പാഠപുസ്തകത്തിലെ ഒരു പേജിലെ ഒതുങ്ങിപ്പോകുന്ന ചിത്രമായി പലപ്പോഴും അത്തരത്തിലുള്ള ധീരയോദ്ധാക്കൾ മാറുകയാണ്. പക്ഷെ കാലഘട്ടത്തിന്റെ 21ാം നൂറ്റാണ്ടെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം പല ചെറുപ്പക്കാരൻ എന്നോടൊക്കെ ചർച്ച ചെയ്തൊരു കാര്യം, ഈ സരിതനാണ് ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഇത് സ്ത്രീയെ സ്വന്തം ശരീരം മറ്റുള്ളവരെ കാണിക്കാമോ? അവർ ഈ റോഡിലൂടെ കാണുമ്പോൾ സ്വന്തം ശരീരം കാണിക്കുന്നു. അത് തന്നെ നോക്കാൻ തോന്നുന്നു. കൌൺസിൽ സെക്രട്ടറി PN ദേവദാസ് അധ്യക്ഷനായി. കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് മുഖ്യ പ്രഭാഷണം നടത്തി. രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ജേക്കബനും ചേർന്ന് സുനിലിനെ പൊന്നാട അണിയിച്ചു. കൌൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A അനിൽകുമാർ, സലിംകുമാർ, ശ്രീദേവി, AK ഷംസുദൻ, ബിജോയ് ശങ്കർ പുത്തൻകളത്തിൽ, നയനാൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വേഴപ്ര സ്വാശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടന്ന സ്വീകരണ സമ്മേളനം രാമഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് കനത്ത തിരിച്ചടി. എ ഗ്രൂപ്പിനെ തകർത്തെറിഞ്ഞ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ കുട്ടനാട്ടിൽ നടന്നത്. മണ്ഡലം ഭാരവാഹികളുടെ പുനഃസംഘടനയുടെ ഭാഗമായി കുട്ടനാട്ടിൽ 13 മണ്ഡലം പ്രസിഡന്റുമാരെ പുതുതായി നിയമിച്ചു. ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയല്ല വേണ്ടത്, കാര്യക്ഷമതയുള്ളവരെ നേതൃത്വത്തിൽ കൊണ്ടുവരവാകണം കോൺഗ്രസ് പുനഃസംഘടനയിലൂടെ നടക്കേണ്ടതെന്ന KPCC പ്രസിഡന്റിന്റെ നിർദ്ദേശം ഒരു പരിധിവരെ ഇവിടെ നടപ്പായിട്ടുണ്ട്. അതേസമയം കുട്ടനാട് എ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഈ പുനഃസംഘടനയിൽ കാര്യമായ ക്ഷതം സംഭവിച്ചിരിക്കുന്നതും എ ഗ്രൂപ്പിന് തന്നെയാണ്. നീലമ്പേരൂർ മണ്ഡലത്തിൽ ബോബൻ തയ്യിൽ, രാമങ്കരിയിൽ ജോസഫ് ചെക്കോടൻ, കൈനഗിരിയിൽ സോമനാഥൻ, ചമ്പക്കുളത്ത് ജോർജി P മാത്യു, മുട്ടാറ്റിൽ മാത്തുക്കുട്ടി, എടത്വയിൽ ബിജു, തലവടി ബിജു വരമ്പത്ത് എന്നിവർ വീണ്ടും മണ്ഡലം പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ഗ്രൂപ്പുകളുടെ താൽപര്യപ്രകാരം സമവായത്തിലൂടെയാണ് പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ എ ഗ്രൂപ്പ് സജീവ പരിഗണന നൽകിയ വെളിയനാട് മണ്ഡലം പ്രസിഡന്റ് CV രാജീവിനെ തലസ്ഥാനത്തുനിന്ന് മാറ്റി.
ഇദ്ദേഹം നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയാണെന്ന വിവരം DCCയിലെ ഉന്നത നേതാവ് രേഖാമൂലം KPCC പ്രസിഡന്റിന് സമർപ്പിച്ചതും വെളിയനാട് മണ്ഡലം പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്നും മാറ്റാൻ കാരണമായി. വെളിയനാട് മണ്ഡലം പ്രസിഡന്റായി അലക്സാണ്ടറെ നിയമിച്ചു. പുളുങ്ങുന്ന മണ്ഡലം പ്രസിഡന്റായിരുന്ന അച്ചങ്കുഞ്ഞമ്മനാപ്പള്ളിയെ സ്ഥാനത്തു നിന്നും മാറ്റിയതിനെ തുടർന്ന് ജോഷി കൊല്ലാറയെ പുതുതായി നിയമിച്ചു. 10 വർഷം പൂർത്തിയാക്കിയവർ സ്ഥാനമൊഴിയണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാവാലം, നെടുമുടി, വിയ്യപുരം എന്നീ മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാർക്ക് മാറ്റം വന്നു. കാവാലത്ത് വിജയകുമാറും നെടുമുടിയിൽ ലാലിച്ചനും വിയ്യപുരത്ത് രഘുവിനെയും നിയമിച്ചു. ന്യൂസ് ഡെസ്ക് KCV. പാലക്കാട് നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുന്ന കള്ളിൽ മാരകമായ രാസവസ്തുക്കൾ. ആലപ്പുഴ ജില്ലയിലെ 500-ൽ പരം ഷാപ്പുകളിലേക്കാണ് പാലക്കാട് നിന്നും ദിവസേന കള്ള് എത്തുന്നത്. എക്സൈസിനെയും സാധാരണക്കാരായ ജനങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോറൈൻ സൾഫേറ്റ്, സാക്കറിൻ, ക്ലോറൈൻ ഹെറിഡ്രേറ്റ് തുടങ്ങിയ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയ കള്ളാണ് ആലപ്പുഴ ജില്ലയിലെ പല ഭാഗത്തേക്കും എത്തുന്നത്. ഇത്തരം രാസവസ്തുക്കൾ കള്ളിൽ കാണുന്നത് ഇതാദ്യമായാണെന്നാണ് എക്സൈസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കള്ളിന് വീര്യം ലഭിക്കാനും മണിക്കൂറുകൾ ലഹരി നിൽക്കാനും വേണ്ടിയാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ഈ വിധത്തിലുള്ള വിഷാംശമടങ്ങിയ മദ്യം സ്ഥിരമായി ഉപയോഗിച്ചാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. ബാറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ കള്ളിന് വീര്യം വർദ്ധിപ്പിച്ച് മദ്യപന്മാരെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് പലരും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എക്സൈസിന് തലവേദനയായിരിക്കുകയാണ്. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് എക്സൈസ് പറയുമ്പോഴും ഇതിന്റെ ഭാഗമായി യാതൊരുവിധ തിരച്ചിലുകളും നടത്തുന്നില്ല എന്നതാണ് വാസ്തവം. മദ്യസാമ്പിളുകൾ പരിശോധന നടത്തുന്നതിനായി ആലപ്പുഴയിൽ മൊബൈൽ ടെസ്റ്റിംഗ് ലാബും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല. മനുഷ്യനെ കൊന്നും പണമുണ്ടാക്കാൻ മദ്യലോബികൾ മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് ബുദ്ധിമുട്ടുകയാണ് എക്സൈസ്. ആവശ്യത്തിന് അംഗബലമോ ആയുധബലമോ ഇല്ലാത്ത എക്സൈസ് എങ്ങനെ മദ്യനിരോധനത്തെ കാര്യക്ഷമമായി നേരിടുമെന്നതാണ് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുന്നത്. ക്യാമറമാൻ KJ ജിമിച്ചിനൊപ്പം സാനു K സജീവ്, KCV ന്യൂസ്. മങ്കൊമ്പ് വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേള ഈ മാസം 28, 29 തീയതികളിൽ നടക്കും. പുളിങ്കുന്ന് ലിറ്റിൽ ഫ്ലവർ, സെന്റ് ജോസഫ്സ്, അമലോത്ഭവ എന്നീ സ്കൂളുകളിലായി നടക്കുന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത.
Shalimar Marbles and Granites, Manikachira, AC Road, Changanasheri. വാർത്തകൾ തുടരുന്നു. സർക്കാർ പ്രഖ്യാപിച്ച കാർഷിക ദുരിതാശ്വാസം ലഭിക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് ജപ്തി നോട്ടീസ് അയക്കുന്ന ബാങ്കുകളുടെ നടപടി പ്രതിഷേധാർഹമാണെന്ന് കിസാൻ ജനത ആലപ്പുഴ ജില്ലാ പ്രവർത്തക യോഗത്തിൽ അഭിപ്രായമുയർന്നു. കുട്ടനാട്ടിലെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നവംബർ ആദ്യം കർഷക സമ്മേളനം വിളിച്ചുകൂട്ടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ എം പി വീരേന്ദ്രകുമാർ പങ്കെടുക്കും. പ്രവർത്തക യോഗത്തിൽ സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് കണ്ടല്ലൂർ ശങ്കരനാരായണൻ, അയത്തിൽ അപ്പുക്കുട്ടൻ, വെളിയനാട് മാത്തച്ചൻ, റോയി ബി തച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ആശയയുദ്ധം തുടരുന്നു. ദേശാഭിമാനിയിലൂടെ CPM നടത്തിയ വിമർശനങ്ങൾക്ക് ജനയുഗത്തിലൂടെ CPIയുടെ മറുപടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് മഹത്വവൽക്കരിക്കുകയാണ് CPM ചെയ്യുന്നതെന്ന് ജനയുഗം ആരോപിക്കുന്നു. ഒക്ടോബർ 23 CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിലെ ലേഖനത്തിലൂടെ VV ദക്ഷിണാമൂർത്തി CPIയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലൂടെ ബിനോയ് വിശ്വം ശക്തമായ ഭാഷയിൽ മറുപടി നൽകി. ദേശാഭിമാനിയിൽ VV ദക്ഷിണാമൂർത്തിയുടെ ലേഖനം 75 ആഘോഷിക്കാൻ 50നെ അധിക്ഷേപിക്കണോ എന്ന തലക്കെട്ടിലായിരുന്നു പ്രസിദ്ധീകരിച്ചത്. 1964 പാർട്ടിയിൽ നിർഭാഗ്യകരമായ പിളർപ്പുണ്ടായി. ഭൂരിപക്ഷ തീരുമാനം അംഗീകരിക്കാത്ത 32 പേർ 101 പേരുള്ള നാഷണൽ കൌൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത്തരത്തിൽ ഇറങ്ങിപ്പോയ 32 പേർ ചേർന്നാണ് CPIM രൂപീകരിച്ചത്. ഈ ഇറങ്ങിപ്പോക്ക് ശരിയെന്ന് വെക്കുന്നതായിരുന്നു 1965 നടന്ന തെരഞ്ഞെടുപ്പ് ഫലം. 40 സീറ്റിൽ CPIM വിജയിച്ചപ്പോൾ CPI 3 സീറ്റിലാണ് വിജയം നേടിയത്. ഇതൊരു അളവുകോലായി സ്വീകരിക്കാൻ CPI തയ്യാറായിട്ടില്ല. 69 കോൺഗ്രസുമായി ചേർന്നാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായത്. അതായത് ഇടതുപക്ഷത്തെ വിട്ട് വലതുപക്ഷത്തോടൊപ്പം ചേരാൻ CPIക്കും അച്യുതമേനോനും യാതൊരു മടിയുമില്ല എന്ന രീതിയിലാണ് VV ദക്ഷിണാമൂർത്തി ദേശാഭിമാനിയിലെ ലേഖനത്തിലൂടെ CPIയെ വിമർശിച്ചത്. അതേസമയം ബിനോയ് വിശ്വം ജനയുഗത്തിലൂടെ CPIMനും ദേശാഭിമാനിക്കും നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യയിലെ സാധാരണക്കാരായ ജനകോടികളുടെ മോചന പ്രതീക്ഷകളെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് ഇന്നുണ്ടാകേണ്ടത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ അടുപ്പവും ഐക്യവും ഊട്ടിയുറപ്പിക്കലാവണം അതിലേറെ ലക്ഷ്യമെന്നും ജനയുഗം CPIMനെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിൽ ഭിന്നിപ്പിന്റെ കാരണങ്ങൾ പ്രസക്തമല്ല. 50 കൊല്ലം മുമ്പ് ഭിന്നിപ്പുണ്ടായ കാലത്തെ ലോകവും ഇന്ത്യയുമല്ല ഇന്നുള്ളതെന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നും ബിനോയ് വിശ്വം ലേഖനത്തിലൂടെ തുറന്നു പറയുന്നു. നിർഭാഗ്യകരമെന്ന CPI വിശ്വസിക്കുന്ന പാർട്ടിയിലെ ഭിന്നിപ്പ് അഭിമാനകരമെന്ന് സ്ഥാപിക്കാനാണ് ദക്ഷിണാമൂർത്തി ശ്രമിക്കുന്നതെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ലയനമല്ല ഐക്യമാണ് വേണ്ടതെന്ന് CPM നേതാവ് MV ജയരാജനും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV. യുവകലാസാഹിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വയലാർ രാമവർമ്മ അനുസ്മരണ കാവ്യ ആലാപന മത്സരം സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമുറി ഹാളിൽ നടന്ന പരിപാടി യുവകലാസാഹിതി സെക്രട്ടറി BS ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയൻ സി ദാസ് അധ്യക്ഷനായി. കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ അദ്ദേഹം ഈ പാവപ്പെട്ടവന് വരവൊന്നും കൊടുത്തില്ല. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതായി പോലും ദൈവം കണ്ടില്ല. അപ്പൊ ദൈവങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ദൈവങ്ങൾക്കിടയിലും ഉണ്ട് ചേരിതിരിവുണ്ട്. പാവപ്പെട്ടവനോട് ഒരു നീതി, പണക്കാരനോട് മറ്റൊരു നീതി എന്ന നിലയിലേക്കാണ് അതിനെ കാണാൻ കഴിയുന്നതെന്നാണ് വയലാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. തീർച്ചയായും വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾ നമ്മുടെയൊക്കെ മനുഷ്യത്തിന്റെ മനസ്സിൽ ആഴത്തിൽ വേരുറപ്പിക്കുകയും ചിന്തിപ്പിക്കാനും അവനെ കരയിക്കാനും അതുപോലെ തന്നെ അവനെ പുതിയ പുതിയ ചിന്താധാരയിലേക്ക് ആ പാട്ട് കേൾക്കുന്നവരെ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് വയലാറിന്റെ ഗാനങ്ങൾ ഇന്ന് വയലാർ മരിച്ചിട്ട് 39 വർഷമായി. പക്ഷെ എന്നാൽ പോലും ഇന്നും വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾ ചലച്ചിത്ര ആകാശവാണിയിലൂടെയൊക്കെ വന്നാൽ ഏത് മനുഷ്യനും അത് വളരെ താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ചരിത്രം കേരളത്തിൻ്റെതാണ്. വിപ്ലവ ഗായിക PK മേദിനി മുഖ്യപ്രഭാഷണം നടത്തി. G രാമകുറുപ്പ്, അഡ്വക്കേറ്റ് PP ഗീത, D വർഷകുമാർ, D ജ്യോതിസ് തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കേ ചേന്നങ്കരി കൃഷ്ണപുരം ചേന്നങ്കരി റോഡ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP ചേന്നങ്കരി ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി ഈര മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിലവിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാതെ പുതിയ ഒരു റോഡും നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ശശി ഈര പറഞ്ഞു. MK ശ്രീധരൻ, KR മോഹനൻ, മണിക്കുട്ടൻ പട്ടമന, പ്രദീപ് ചേന്നഗിരി, മുകേഷ്,
മജി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്, ശിവഗിരി മഠം, ഗുരുധർമ്മ പ്രചാരണ സഭ കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദൈവദശകം ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി അസ്പർശാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് ഈ വർഷത്തെ പ്രസക്തി ആലോചിച്ച് നോക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രാർത്ഥന എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെയുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന വിധത്തിലുള്ള ഒരു മഹാപ്രാർത്ഥന ഗുരുദേവൻ നമുക്കായി രചിച്ചു തന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ സന്ദേശ പ്രചാരണങ്ങളുടെ മുഖ്യധാരയായി നമ്മൾ എടുത്തിട്ടുള്ളത്. ദൈവദശകം എന്ന ആ മഹാപ്രാർത്ഥന സമൂഹത്തില് ഇന്നുവരെ വരുത്തിയിട്ടുള്ള സ്വാധീനവും നാളെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൽ ഈശ്വരഭക്തിയിൽ എത്രമാത്രം വിപുലമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന പരിചിന്തനമാണ് ഇന്നത്തെ ദിവസങ്ങളെ പ്രധാനമായി നടക്കുക എന്ന് ഞാൻ കരുതുകയാണ്. ദൈവദശകം എന്ന 10 പ്രാർത്ഥനാ സ്തോത്രങ്ങൾ, 10 പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഗുരുദേവൻ നമുക്ക് നൽകുമ്പോൾ അതിന്റെ വിപുലമായ അർത്ഥങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കണമെന്ന ഒരു തോന്നൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കൊച്ചിലെ തന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അർത്ഥം ഒക്കെ നമുക്കറിയാം, ഇതിന്റെ ആശയങ്ങളൊക്കെ നമുക്കറിയാം എന്നുള്ള വിചാരത്തോടുകൂടിയാണ് നമ്മളത് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ അർത്ഥങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഈശ്വരഭക്തിയെ കുറിച്ചുള്ള സമഗ്രമായ ചിന്തകൾ, ഈ ഭാരതീയ തത്വദർശനം അല്ലെങ്കിൽ ആത്മീയ ദർശനം, ഭക്തി സമ്പ്രദായങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സർവമത പ്രാർത്ഥനയായിട്ട്, ഏകലോക പ്രാർത്ഥനയായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. TK പുരുഷോത്തമൻ അധ്യക്ഷനായി, D ശിശുപാലൻ, SD രവി, KR അജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പള്ളാത്തുരുത്തി വിളക്കുമരം ജെട്ടിക്ക് സമീപം വള്ളം മറിഞ്ഞ് ഒരു സ്ത്രീയെ കാണാതായി. ആലപ്പുഴ തലവടി സ്വദേശിനി രാധാമണിയെയാണ് കാണാതായത്. കുപ്പപ്പുറത്തുനിന്ന് തലവടിയിലേക്ക് പോകുവാൻ മോട്ടോർ ബോട്ട് ഘടിപ്പിച്ച ഫൈബർ വള്ളത്തിൽ കയറിയ 11 പേരാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശവാസികളുടെ രക്ഷാപ്രവർത്തനത്തിൽ 10 പേരെയും രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. എന്നാൽ രാധാമണി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വള്ളത്തിലെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് വള്ളക്കാരൻ ഇന്ധനം നിറയ്ക്കാൻ എഴുന്നേറ്റതാണ് വള്ളം മറിയാൻ ഇടയാക്കിയതെന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. ആലപ്പുഴ നോർത്ത് പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ കാണാതായ രാധാമണിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇനി ചരമവാർത്തകൾ. മങ്കുമ്പ് തെക്കേക്കര തർമ്മശ്ശേരിയിൽ ജോയിച്ചന്റെ മകൻ ജെറിൻ മാത്യു നിര്യാതനായി. 26 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റൊരു ജീവന്റെ വില സ്വന്തം ജീവനോളം വരുമോ? ഉത്തരം: സ്വന്തം ജീവനേക്കാൾ വലുതാണ് മറ്റൊരു ജീവൻ. പറയുന്നത് അമൃത ഹോസ്പിറ്റൽ ആംബുലൻസ് ഡ്രൈവർ വേഴപ്രക്കാരൻ സുനിൽകുമാർ. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അശ്വമേധത്തിന് കുട്ടനാട്ടിൽ തിരിച്ചടി. മദ്യം തന്നെ വിഷമാണ്. അപ്പോൾ മദ്യത്തിൽ വീണ്ടും വിഷം കലർത്തിയാലോ? അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വിഷമമാകും. കുട്ടനാട്ടിലെത്തുന്ന കള്ളിൽ മാരക രാസവസ്തുക്കൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.